ശ്രീ വസന്ത് തെങ്ങുംപള്ളി നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ ക്രൈസ്തവ സഭാ നേതൃത്വത്തിന് ഈസ്റ്റർ വിരുന്നും ക്രിസ്മസ് വിരുന്നും നൽകിയ സമയത്ത് നിങ്ങൾ അവിടെ പോയി മധുരം നുണയേണ്ട ആവശ്യമുണ്ടായിരുന്നോ എന്ന് സഭാ നേതൃത്വങ്ങളോട് ചോദിച്ചതാണ്. ഇപ്പോൾ കഴിഞ്ഞ തവണ തന്നെയായിരുന്നു BJP ക്രൈസ്തവ വീടുകൾ സന്ദർശിച്ചതും സഭാ നേതൃത്വത്തെ സന്ദർശിച്ചതും കേരളത്തിൽ. അത് ഇത്തവണയും അവർ ആവർത്തിക്കുകയാണ്. ഭവന സന്ദർശനങ്ങളാണ്. മോദിയുടെ ആശംസാ കാർഡും കേക്കുമായിട്ട് ഭവന സന്ദർശനം തുടങ്ങാൻ പോവുകയാണ് ഈ അവധിക്കാലത്ത്. ഈ ക്രിസ്മസ് സമയത്ത് തന്നെയാണ്. പുതുവർഷ ദിവസം വരെ അത് തുടരുകയും ചെയ്യും. മിക്കവാറും നാളെ തന്നെ അത് തുടങ്ങുമെന്നാണ് BJPയുടെ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിനെ നിങ്ങൾ എതിർക്കുന്നുണ്ടോ ഇത്തവണ? അതെന്താണ് അതിന് പിന്നിലുള്ള ലക്ഷ്യം എന്നുള്ള ഒരു രാഷ്ട്രീയം അത് നിങ്ങൾ എന്തായാലും ചൂണ്ടിക്കാണിക്കുമല്ലോ. പക്ഷേ ഇവിടെ സഭയുടെ തന്നെ പ്രതിനിധിയാണ്, സഭയിലെ അൽമായരുടെ ഫോറത്തിന്റെ സെക്രട്ടറിയാണ്, സീറോ മലബാർ സഭയുടെ അൽമായ ഫോറത്തിന്റെ സെക്രട്ടറിയായ ടോണി ചില്ലപ്പള്ളി തന്നെ പറയുകയാണ് അതിനെ ഞങ്ങൾ എതിർക്കുന്നില്ല. BJP നേതാക്കളും പ്രവർത്തകരും വീടുകളിൽ വരട്ടെ, ക്രൈസ്തവ വീടുകളിൽ വരട്ടെ, അവർ ഞങ്ങളോടൊപ്പം ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കുചേരട്ടെ, ഒരു എതിർപ്പും ഇല്ല എന്ന്. അതോടൊപ്പം തന്നെ അവർ എതിർക്കുമ്പോൾ അവർ എല്ലാവരുടെയും കാര്യം പറയുന്നുമുണ്ട്. ക്രൈസ്തവ വിശ്വാസികളോട് ഓരോ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്ന കാര്യങ്ങൾ. ശ്രീ മഞ്ജുഷ്, അപ്പൊ അദ്ദേഹം മാത്രമല്ലല്ലോ സീറോ മലബാർ സഭയുടെ ഭാഗം, അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസി. ഞാനും സീറോ മലബാർ സഭയിൽ വിശ്വസിക്കുന്ന അതിന്റെ യുവജന പ്രസ്ഥാനത്തിലൊക്കെ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള ഒരാളാണ്. നോക്കൂ, BJP അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടന ക്രിസ്ത്യൻ വീടുകളിലേക്ക് കടന്നു വരണമെന്നോ അവർ കേക്കുമായി വരണമെന്നോ ആരും പറയുന്നില്ല. അരമണകൾ കയറി ഇറങ്ങുന്നില്ല എന്നാണ് അദ്ദേഹം ചോദിച്ചത്. കയറി ഇറങ്ങുന്നത് തെറ്റില്ലെന്നേ, ഒരു പ്രശ്നമില്ല. പക്ഷെ ഈ അരമനകളിലേക്ക് വരുമ്പോൾ BJP നേതൃത്വത്തോട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ ക്രിസ്ത്യൻ സഭാ നേതൃത്വം തയ്യാറാവണം. ആ ചോദ്യങ്ങളിൽ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം നമ്മൾ ന്യൂസ് 18 അടക്കം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത പാർലമെന്റിലെ MP-യുടെ പേര് പ്രതാപ് ചന്ദ്ര സാരംഗി എന്നാണല്ലോ. ആരായിരുന്നു അദ്ദേഹം? അദ്ദേഹം കഴിഞ്ഞ ദിവസം വിവാദങ്ങളിൽ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം മുൻ കേന്ദ്രമന്ത്രി കൂടിയാണ്. അദ്ദേഹത്തിന് ഒരു മുൻകാല ചരിത്രമുണ്ട്. ഒരു ക്രിസ്ത്യൻ മിഷണറി ആയിരുന്ന ഗ്രഹാം സ്റ്റെയിൻസിനെയും അദ്ദേഹത്തിന്റെ 2 മക്കൾ ഫിലിപ്പീൻ തിമോത്തിയെയും തീ വെച്ച് ചുട്ടുകൊണ്ട സമയത്ത് അന്ന് ബജരംഗി ദളിന് നേതൃത്വം കൊടുത്ത, പ്രതി ചേർക്കപ്പെട്ട, അന്ന് ആഹ്വാനം കൊടുക്കപ്പെട്ടു എന്ന് അന്നത്തെ പോലീസ് സംവിധാനം മുഴുവൻ ഒറ്റ വാക്കിൽ പറഞ്ഞ നേതാവാണ് ഈ സാരംഗി. ആ സാരംഗിയെ പിന്നീട് BJP MP ആക്കി, മന്ത്രിയാക്കിയ ശേഷം മതിവരാതെ ഇതാ ഈ ടൈമിലും MP ആക്കിയിട്ടുണ്ട്. അതൊന്ന് ചോദിക്കണം ഈ വരുന്ന BJP നേതൃത്വത്തോട്. നിങ്ങളുടെ നിലപാട് രാജ്യത്തുടനീളം ക്രിസ്ത്യാനികൾ ഇങ്ങനെ ഭീഷണി നേരിടുമ്പോ, ഇങ്ങനെ വലിയ പ്രതിസന്ധികളെ നേരിടുമ്പോ എന്താണ് അതിൽ BJP, കേന്ദ്രം ഭരിക്കുന്ന BJPയുടെ നിലപാട് എന്ന് ചോദിക്കണം. ഇപ്പൊ ചിലപ്പോ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ പറയും ഇത് പണ്ടത്തെ കാര്യമല്ലേ, എന്നാ പുതിയ കാര്യങ്ങൾ പറയാം. ഛത്തീസ്ഗഡിൽ ബസ്തർ ജില്ല 400 ആദിവാസി കുടുംബങ്ങളുണ്ട് ശ്രീ മഞ്ജുഷ്. അവിടെ ആ 400 ആദിവാസി കുടുംബങ്ങളോടും നിങ്ങൾ ഒന്നെങ്കിൽ ഹർവാപ്പസിക്ക് വിധേയരായിക്കോണം. ഈ ആദിവാസി കുടുംബങ്ങൾ മുഴുവൻ ക്രിസ്തീയ വിശ്വാസികളാണ്. ഒന്നെങ്കിൽ നിങ്ങൾ ഹർവാപ്പസിക്ക് വിധേയരായിക്കോണം, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടം വിട്ടു പോകണമെന്ന് പറഞ്ഞ് അവരുടെ വീടുകളിലേക്ക്, അവരുടെ വീടെന്നൊന്നും പറയാനില്ല കേട്ടോ, കുടിലുകളാണ്, അവരുടെ കുടിലുകളിലേക്ക് ഈ പറയുന്ന സംഘപരിവാർ തീവ്രവാദികൾ എന്ന് തന്നെ ഞാൻ പറയും, സംഘപരിവാർ തീവ്രവാദികൾ അഴിഞ്ഞാടാൻ ചെന്നു കഴിഞ്ഞ ആഴ്ച. അവർ കേസ് കൊടുക്കാൻ വേണ്ടി അവിടുത്തെ സ്ഥലം SHOയെ സമീപിക്കുന്നു. സ്ഥലം SHO പറയുന്നു നമുക്ക് കേസെടുക്കാം, തൽക്കാലം നിങ്ങൾ മടങ്ങി പോകുമെന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ചു വിടുന്നു. അവർ വീട്ടിൽ വരുന്നതിന് മുമ്പ് അന്യായമായി ഛത്തീസ്ഗഡ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സ്ഥലം കയ്യേറി വീട് വെച്ചു എന്ന പേരിൽ അവരെ ഈ സർക്കാർ പ്രതിയേർത്തു. അവർ കൊണ്ടുപോയി കൊടുത്ത കേസുണ്ടല്ലോ, ഞങ്ങളുടെ വീടുകളിലേക്ക്, ഞങ്ങളുടെ കുടിലുകളിലേക്ക് സംഘപരിവാർ തീവ്രവാദികൾ കടന്നു വന്ന് മതം മാറണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എന്ന പേരിൽ അവർ കൊടുത്ത പരാതിയുടെ പേരിൽ സർക്കാർ പേപ്പറിൽ ഒരു FIR ഇടാൻ പോലും ഛത്തീസ്ഗഡ് ഗവൺമെന്റ് തയ്യാറായില്ല. ഭരിക്കുന്നത് BJP ആണ്. പക്ഷേ അവർ പരാതി കൊടുത്ത് തിരിച്ചു മടങ്ങി വീട്ടിലെത്തുന്നതിന് മുമ്പ് അതേ ഗവൺമെന്റ്, അതേ സർക്കാർ അവർക്കെതിരെ കേസെടുത്തു. ഇനി രണ്ടാമത് മറ്റൊരു സംസ്ഥാനമുണ്ട്, മധ്യപ്രദേശ്. ആരാണ് ഭരിക്കുന്നത്? BJP അല്ലേ. മധ്യപ്രദേശിലെ സ്കൂളുകളിൽ പുതിയ ഹത്വ വന്നിരിക്കുകയാണ്. ഏത് സ്കൂളുകളിലാണെന്ന് അറിയാമോ? ഗവൺമെന്റ് സ്കൂളുകളിൽ വരുന്നതിൽ പ്രശ്നമില്ല, കാര്യം സെക്യുലർ സ്കൂളുകളാണല്ലോ. പക്ഷെ സെക്യുലർ സ്കൂളുകളിൽ പോലും നമ്മൾ ക്രിസ്മസ് ആഘോഷിച്ചിട്ടില്ലേ ശ്രീ മഞ്ജുഷ്? എന്റെയും അങ്ങയുടെയും ഒക്കെ സ്കൂൾ കാലഘട്ടത്തിൽ ക്രിസ്മസ്, വിഷു, ഓണം, ബക്രീദ് ഇതൊക്കെ നമ്മൾ ഒരുമിച്ചല്ലേ ആഘോഷിച്ചത്? നമ്മുടെ പേര് മഞ്ജുഷ് എന്നാണോ, വസന്ത് സിറിയക്ക് എന്നാണോ, മുഹമ്മദ് എന്നാണോ എന്ന് നമ്മൾ നോക്കിയിട്ടുണ്ടോ? ഇല്ല. പക്ഷേ മധ്യപ്രദേശിലെ സ്വകാര്യ സ്കൂളുകളിൽ, ആ സ്വകാര്യ സ്കൂളുകളിൽ കൂടുതലും ക്രിസ്ത്യൻ മാനേജ്മെന്റ് ആണ്. ആ സ്കൂളുകളിൽ ഒരു ഹത്വ പുറപ്പെടുവിക്കുകയാണ് അവിടുത്തെ ഗവൺമെന്റ്. എന്താണെന്നറിയാമോ? ക്രിസ്തുമസ് ആഘോഷം പാടില്ല. ക്രിസ്തുമസ് ആഘോഷം പാടില്ല എന്ന് മാത്രമല്ല, അവിടെ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികളായ കുട്ടികളെ ആരെയും അതിൽ പങ്കെടുപ്പിക്കാനേ പാടില്ല.
അങ്ങനെ പങ്കെടുപ്പിച്ചാൽ മതപരിവർത്തന നിയമത്തിന്റെ പരിധിയിലേക്ക് നിങ്ങൾ വരികയും ആ വിദ്യാർത്ഥികളുടെ പേരൻസ് അവരുടെ രക്ഷകർത്താക്കൾ പറയുകയാണ് ഞങ്ങളുടെ അനുവാദത്തോടു കൂടി അല്ല എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും സ്കൂളും മാനേജ്മെന്റും പൂട്ടേണ്ടതായി വരും. അപ്പൊ നിങ്ങൾ ചോദിക്കും ചിലപ്പോൾ ഇതൊരു ടെക്നിക്കൽ ഇഷ്യൂ അല്ലേ, ഗവൺമെന്റിന്റെ ഒരു ടെക്നിക്കൽ ഇഷ്യൂ അല്ലേ എന്ന് ചോദിച്ചാൽ അല്ല. കാര്യം ഉത്തർപ്രദേശിലെ അലഹബാദ് ജില്ലയിൽ മതപരിവർത്തനം ആരോപിച്ചുകൊണ്ട് അലഹബാദ് രൂപതയുടെ സോഷ്യൽ കൺവെയിൻ ഡയറക്ടർ കൂടിയായ ഫാദർ ബാബു സെബാസ്റ്റ്യൻ 83 ദിവസമാണ് ജയിലിൽ കടന്നത്. ഈ വർഷം മോദി 3ാം ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ 83 ദിവസം മതപരിവർത്തനമായിരുന്നു ആരോപണം. അങ്ങനെ ഇതാ ഈ വർഷം മോദി 3ാം ഗവൺമെന്റ് വന്നതിന് ശേഷം മാത്രം ഈ രാജ്യത്ത് ക്രിസ്ത്യാനികൾക്കെതിരെ ഉയർന്നു വരുന്ന മതപീഡനങ്ങൾ എത്രത്തോളമാണ്. യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം ഒരു ഇന്റർനാഷണൽ ഫോറമാണ്. അവർ പറയുന്നത് പ്രകാരം ഈ വർഷം ജനുവരി 1 മുതൽ അടുത്ത ജനുവരിയിലേക്ക് എത്തിയാണ്. ഈ വർഷം ജനുവരി 1 മുതൽ നവംബർ 30 വരെയുള്ള ദിവസങ്ങളിൽ ഈ രാജ്യത്ത് 2% മാത്രം വരുന്ന ന്യൂനപക്ഷത്തിൽ ന്യൂനപക്ഷമായ ക്രിസ്ത്യാനികൾക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്ന പീഡനങ്ങൾ 743. അതിൽ 65% ഭരിക്കുന്ന സർക്കാരുമായി ബന്ധപ്പെട്ടോ അവിടുത്തെ പാർട്ടികളുമായി ബന്ധപ്പെട്ടോ ഉള്ള സംഘടനകളുടെ നേതൃത്വത്തിലാണ്. അതായത് കഴിഞ്ഞ തവണ ഈസ്റ്റർ ക്രിസ്മസ് വിരുന്നൊരുക്കിയ ആ സമയത്ത് മണിപ്പൂർ വിഷയം വലിയ രീതിയിൽ സജീവമായി നിന്നിരുന്ന ഒരു സമയമായിരുന്നു. ആ സമയത്താണ് ക്രൈസ്തവ സഭാ നേതൃത്വം, അത് കർദിനാൾമാർ ഉൾപ്പെടെയുള്ളവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആതിഥ്യം സ്വീകരിച്ചത്. ഇപ്പോൾ ഇവിടെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ വീട്ടിലെ ആ ദൃശ്യങ്ങൾ കണ്ടു നോക്കുമ്പോൾ അതിലും സഭാ നേതൃത്വം മുഴുവനായിട്ടുമുണ്ട്. കർദിനാൾ വരെയുണ്ട്, ആലഞ്ചേരി പിതാവ് പോലും അവിടെ പങ്കെടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല അവിടെ ഡൽഹിയിലെ തന്നെ വിവിധ പള്ളികളിലെ പ്രതിനിധികൾ വന്നിട്ടുണ്ട്, അൽമായ പ്രതിനിധികൾ വന്നിട്ടുണ്ട്. കേരളത്തിലെ തന്നെ മറ്റ് സഭകളുടെ അധ്യക്ഷന്മാർ അവിടെ പോയിട്ടുണ്ട് ജോർജ് കുര്യന്റെ വീട്ടിൽ. അത് പ്രധാനമന്ത്രി വരുന്നത് കൊണ്ട് തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി തന്നെ, ഈ ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുക്കുന്നതിന് തന്നെ കേരളത്തിൽ നിന്ന് പോയ സഭാ നേതൃത്വത്തിന്റെ പ്രതിനിധികളാണ്. അപ്പോൾ താങ്കൾ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ ഇത്രയും അക്രമങ്ങൾ നടക്കുന്ന സമയത്ത് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണല്ലോ. അതുപോലെ തന്നെ BJP-യുടെ നേതാക്കളും പ്രവർത്തകരും കേരളത്തിൽ കേക്കും അതുപോലെ തന്നെ മോദിയുടെ ആശംസാ കാർഡുമായിട്ട് വരുമ്പോൾ അത് സ്വീകരിക്കുന്നതിന് മുൻപ് ഈ ചോദ്യങ്ങൾ ചോദിക്കണം എന്നാണല്ലോ. പക്ഷേ കഴിഞ്ഞ തവണ ഈ മണിപ്പൂർ സംഭവം ഇത്രമാത്രം കത്തി നിന്ന ആ സമയത്ത് പോലും അത്തരം ചോദ്യങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാണ്. അല്ല മഞ്ജുഷ്, നോക്കൂ, സഭാ നേതൃത്വത്തെ സംബന്ധിച്ച് അവരവിടെ പങ്കെടുക്കുന്നതിൽ യാതൊരു വിമർശനവും കോൺഗ്രസിനില്ല, വ്യക്തിപരമായി എനിക്കുമില്ല. കാര്യം രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ്, രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രധാനമന്ത്രി, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന കേന്ദ്രമന്ത്രി, അദ്ദേഹം പാലായിൽ നിന്നുള്ള ഒരു അംഗമാണ്. അങ്ങനെയുള്ള ഒരാൾ വിളിച്ചു ചേർക്കുന്ന ക്രിസ്മസ് വിരുന്നിൽ സഭാ നേതൃത്വം പങ്കെടുക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ അങ്ങനെ പങ്കെടുക്കുമ്പോൾ ഈ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് എന്ന് പറയുന്ന ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കേന്ദ്രമന്ത്രിയോടും അവിടെ വരുന്ന പ്രധാനമന്ത്രിയോടും പറയണം, ഇതാ ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമായ, നിങ്ങളുടെ തന്നെ ഭാഷയിൽ ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമായ 2% മാത്രമേ രാജ്യത്തുള്ള ക്രിസ്ത്യാനികൾ നേരിടുന്ന ഭീഷണി, നേരിടുന്ന ആക്രമണങ്ങൾ ആയിരക്കണക്കിനാണ് ഒരു വർഷത്തിനിടയിൽ. അത് പറയണ്ടേ, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ടേ? ഞങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും. സഭാ നേതൃത്വത്തെ സംബന്ധിച്ച് PMLA ആക്ട് തുടങ്ങി ഏതൊക്കെ ആക്ടുകൾ ഉപയോഗിക്കാമോ അതൊക്കെ ഉപയോഗിച്ച് സഭയുടെ സ്ഥാപനങ്ങൾക്ക് നേരെ അഴിഞ്ഞാടലുകൾ കേന്ദ്ര ഏജൻസികൾ നടത്തുന്നുണ്ട്. പുറത്തു പറയുന്നില്ലതേ ഉള്ളൂ. സഭയുടെ വിവിധ സ്ഥാപനങ്ങളെ നിലയ്ക്ക് നിർത്താൻ ചട്ടുകമെടുത്തുകൊണ്ട് കേന്ദ്ര ഏജൻസികൾ ഇടപെടുന്നില്ലേ? അത് ഒരു തരത്തിലുള്ള വേട്ടയാടലല്ലേ, ഒരു തരത്തിലുള്ള ബ്ലാക്ക് മെയിലിംഗ് അല്ലേ? അതിനെപ്പറ്റി ചർച്ച ചെയ്യണ്ടേ? ചർച്ച ചെയ്യണം.